ഈ ആളെ കൊല്ലുക, സ്ത്രീകളെ വേണ്ടാത്ത വിധത്തിലൊക്കെ ഉപയോഗിക്കുക, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അത് അവരുടെ പേഴ്സണൽ നീഡിന് വേണ്ടി അവരെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇങ്ങനെയൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് പണ്ട് തൊട്ടേ മാന്ത്രിക പാരമ്പര്യമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അവരാരെങ്കിലും ഇത്തരത്തിലൊരു ദുഷ്ക്രിയ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ എന്താ പറയുക, ഉറക്കത്തിൽ വന്നിട്ട് മറ്റേ ദേവി ഇത് പറഞ്ഞു തന്നു, ഇങ്ങനെ വിരൽ ചൂണ്ടിയപ്പോൾ മറ്റേ ആൾ നിന്നുപോയി. നല്ലൊരു ഉപാസകരാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഭഗവതി കൂടെ വരും എന്ന് പറഞ്ഞാൽ എൻ്റെ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്യും? ഏത് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അടുത്ത് ഭഗവതി ഉണ്ടോറും. ഇതെൻ്റെ തോന്നലാ. ഈ തോന്നലുകളെ ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂടോത്രത്തെ പറ്റിയും വശ്യത്തെ പറ്റിയിട്ടുള്ള ഒത്തിരി ഒത്തിരി കേസുകളെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പം ഈ ഈ പറയുന്ന ഇതിലൊരു സത്യാവസ്ഥ എന്താണ്? ആ ഇത് ഈ പറയുന്ന വശ്യം അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഒരു വ്യാജ ഡോക്ടർ വന്നിട്ട് കുറേ മരുന്നൊക്കെ കൊടുത്ത ഒരാളെ അങ്ങ് കൊല്ലുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഈ മെഡിക്കൽ സയൻസ് മൊത്തം അബദ്ധമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ മന്ത്രവാദികളും ഈ പറഞ്ഞ പോലെ ഇപ്പം നരബലി പോലത്തെ സമ്പ്രദായമൊക്കെ നടന്നല്ലോ ഇവിടെ കേരളത്തിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത്. വേറൊരു മതസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഇതെല്ലാം നടന്നത്. അദ്ദേഹം ഈ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയോ ഇതിനെക്കുറിച്ചൊന്നും അറിയുകയോ ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. ഒന്നാമത് ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളെല്ലാം വളരെ ഗോപ്യമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നൊരു സാധനമോ പുസ്തകം വായിച്ച് പഠിക്കാൻ പറ്റുന്നതോ അല്ല. ഇപ്പം പ്രാബല്യത്തിൽ പ്രചാരത്തിൽ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇടക്കാലത്ത് പൊട്ടിമുളച്ച ആൾക്കാരാണ് ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി പഠിക്കേണ്ടതാണ്. പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഈ ആളെ കൊല്ലുക, സ്ത്രീകളെ വേണ്ടാത്ത വിധത്തിലൊക്കെ ഉപയോഗിക്കുക, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അത് അവരുടെ പേഴ്സണൽ നീഡിന് വേണ്ടി അവരെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇങ്ങനെയൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ശാസ്ത്രത്തിൽ ഉദ്ഘോഷിക്കുന്നതായിട്ടുള്ള രീതിയിലല്ല ഇപ്പോഴുള്ള ഈ ക്രിയകളൊന്നും ആരും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ ശാസ്ത്രം പഠിക്കാൻ തന്നെ നമുക്ക് ഒരു ആയുസ് തന്നെ ചിലപ്പോൾ മതിയാവാതെ വരും. അത്രയ്ക്കും ഗ്രന്ഥങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഡെപ്തിൽ പഠിക്കാനുണ്ട്. അത്രയും ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു സമ്പ്രദായത്തിലാണ് പെട്ടെന്നൊരു 6 മാസം കൊണ്ട് ഒരു മന്ത്രവാദി ഒരു സ്ഥലത്ത് പൊട്ടിമുളച്ച് വരും. പിന്നെ കുറേ സിദ്ധികളുടെ കഥകളാണ്. ഞാനിങ്ങനെ എന്താ പറയുക, ഉറക്കത്തിൽ വന്നിട്ട് മറ്റേ ദേവി ഇത് പറഞ്ഞു തന്നു, പിന്നെ അതേപോലെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ വിരൽ ചൂണ്ടിയപ്പോൾ മറ്റേ ആൾ നിന്നുപോയി. ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകൾ കേട്ടിട്ടാണ് ആൾക്കാർ മുഴുവൻ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഏത് പരിഹാരം ചെയ്യാൻ. അതെ, അതെ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അനുഭവ കഥയ്ക്ക് പിന്നിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ശാസ്ത്രോക്തമായിട്ട് ഇപ്പം ഞാൻ ഒരു പൂജ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ക്രിയയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളെക്കാട്ടും ഉപരി ശാസ്ത്രത്തിൽ അതെന്ത് പറഞ്ഞിട്ടുണ്ട്, തന്ത്രശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പം ഒരു സംഭവം ഈ ജ്യോതിഷത്തിൽ തന്ത്രശാസ്ത്രത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന കൂടോത്രത്തെ പറ്റിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഈ രീതിയിൽ ദുർവിനിയോഗം ചെയ്യുന്ന ക്രമത്തിലല്ലാന്ന്. അല്ല അല്ല ഇപ്പൊ പക്ഷേ അല്ല ഞാൻ ചോദിക്കാം അതെന്ന് വെച്ചാല് നോർമലി ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഈ പറയുന്നത് പോലെ ഇതിനെപ്പറ്റി വലിയൊരു ധാരണ അവിടെയാണ് പ്രശ്നം. നോർമലായി പോകും. അന്നേരം സ്വാഭാവികമായിട്ടും ഭയങ്കര ഇതായിട്ട് ഒരാള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് വിശ്വസിക്കാവുന്നൊരു ഇത് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിനകത്ത് നമുക്ക് ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാർമ്മിക ശാസ്ത്രങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം വളരെ കുറവാണ്. പ്രത്യേകം ഈ തന്ത്രം, വേദം, ഇതിൻ്റെ പ്രയോഗ രീതികൾ ഇതെല്ലാം വളരെ ഗോപ്യമായിട്ടാണ് പണ്ടുള്ള ആചാര്യന്മാർ പറഞ്ഞിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ ശക്തിയേറിയതും ഇത് ദുർവിനിയോഗം ചെയ്യരുത് എന്നുള്ളത് കൊണ്ടുമാണ്, ബോധമുള്ളത് കൊണ്ടാണ് അവരതിൻ്റെ ഗോപ്യ സ്വഭാവം കീപ്പ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആയുസ് എടുത്തിട്ട് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. പലതരത്തിൽ ദീക്ഷ കൊടുക്കുന്നു, ഓൺലൈൻ ദീക്ഷ, പിന്നെ അങ്ങനെ പല പരിപാടികളും ഉണ്ടല്ലോ. സ്പർശ ദീക്ഷ ഓൺലൈനിലൂടെ ഇങ്ങനെ പിക്ചറിലൊക്കെ തൊട്ടിട്ടൊക്കെ ദീക്ഷ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുരുവാവുക എന്ന് പറയുമ്പോൾ മിനിമം ഒരു 3-4 സമ്പ്രദായത്തിൽ നമുക്ക് പൂർണ്ണമായ നോളജ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ശിഷ്യനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഇപ്പോഴുള്ള ഗുരുക്കന്മാരൊക്കെ ശിഷ്യന്മാരെ ചീത്ത പറഞ്ഞ് ഓടിക്കുക ചെയ്യുക, എന്നേ സംശയം ചോദിച്ചാൽ. ഗുരുവിനോട് സംശയം ചോദിക്കാൻ പാടില്ല, കാരണം അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതൊരു 6 മാസം കൊണ്ട് പെട്ടെന്ന് എവിടേക്കാണ് മാന്ത്രികന്മാർ മുളച്ച് വരുന്നതല്ലേ. ഇപ്പം ഞാനൊരു നിസ്സാര സംശയം ചോദിക്കട്ടെ, നമുക്ക് പണ്ട് തൊട്ടേ മാന്ത്രിക പാരമ്പര്യമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അവരാരെങ്കിലും ഇത്തരത്തിലൊരു ദുഷ്ക്രിയ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അങ്ങനത്തെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പോയി പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ?
ഇല്ല. അങ്ങനത്തെ ആർക്കെങ്കിലും എതിരെ ഇങ്ങനെ ഒരു കേസോ പ്രശ്നങ്ങളോ വരുന്നത് കണ്ടിട്ടില്ല. അപ്പം കൃത്യമായി അറിഞ്ഞ് ചെയ്യുന്നവരാരും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഇത് ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ശാസ്ത്രത്തിൽ പറയുന്ന കാര്യമേ അല്ല. തന്ത്രശാസ്ത്രത്തിലൊന്നും പറയുന്ന കാര്യങ്ങളേ അല്ല ഇങ്ങനെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദുരിതമാണ്, അത് ശാപമാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇപ്പം ഇത് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി അവർ ഈ പാവപ്പെട്ട ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ പറഞ്ഞ് പറ്റിക്കുക. എന്നിട്ട് അവരിത് വിശ്വസിക്കുക. ഈ മറ്റേ പാവയിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര രൂക്ഷമായ ഒരു സാധനമൊക്കെ കാണിച്ച് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലേ? ഇപ്പോൾ ഒരാൾ കുറച്ച് രുദ്രാക്ഷവും വലിയ മാലയൊക്കെ ഇട്ട് വന്നിരുന്ന് നാളെ കുറേ പ്രവചനവും കാര്യങ്ങളൊക്കെ നടത്തി പ്രവചനത്തിൻ്റെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അവർക്ക് ഒരിക്കലും ഒരു ഗുരു ഉണ്ടാവില്ല. ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചതോ ഒരു ഇന്ന സമ്പ്രദായത്തിലാണ് ഞാൻ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രശസ്തരായ ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരോട് താങ്കളുടെ സമ്പ്രദായം ഏതാണ്, ഏത് സമ്പ്രദായത്തിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരവില്ല. കാരണം ഇവരങ്ങനെ പഠിച്ചതല്ല. ഇവരുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഹിമാലയത്തിൽ പോകുമ്പോൾ ഡയറക്റ്റ് ദേവി വന്ന് തലയിൽ ചവിട്ടി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഋഷി പാരമ്പര്യമേ വേണ്ട. ഋഷീശ്വരന്മാരുടെ ഒരു പാരമ്പര്യമേ ഇവിടെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ കുറേ കഥകൾ വരത്തില്ല. അതായത് ഹിമാലയത്തിൽ വെച്ച് അവിടുത്തെ ഒരു ബാബ അല്ലെങ്കിൽ സന്യാസി ദീക്ഷ തന്നു എന്ന് പറയത്തില്ല. അപ്പം അത് എന്ന് ഉറപ്പ്. ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങ് എൻ്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത് നേരിക. അങ്ങ് ഒരു അബദ്ധം കാണിച്ചാൽ ഒരു അതോറിറ്റി ഉണ്ട്, ഇയാളിത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇത് എവിടെയോ ഉള്ള ഒരാൾ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ നമുക്ക് വ്യക്തമായൊരു ബോധം വേണം. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് ഒരു ആളുടെ അടുത്ത് ക്രിയ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളത് അയാൾ ഏത് സമ്പ്രദായത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് ചോദിക്കാനുള്ള അറിവ് നമുക്ക് വേണം. നമ്മൾ മണ്ടന്മാരായി പോകുന്നതുകൊണ്ടാണല്ലോ പറ്റിക്കപ്പെടുന്ന ടീമിന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പം ഇത് ഇങ്ങനൊരു കാര്യം ചെയ്തു, അപ്പം അങ്ങ് ചെയ്തു എന്ന് വിചാരിക്കുക, എൻ്റെ അടുത്തുനിന്ന് പഠിച്ചു എന്ന് വിചാരിക്കുക. ഇത് ആര് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ പറയാലോ, ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് ഒറിജിനൽ ആണോ ഇല്ലയോ എന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പാടിക്കാൻ പറ്റണം. ഇതിനൊരു സമ്പ്രദായം ഉണ്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് അങ്ങ് ഏത് സമ്പ്രദായത്തിൻ്റെ കീഴിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ അങ്ങ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വൈദിക സമ്പ്രദായത്തിലുള്ളവരോട് നമ്മൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങ് ഏത് വേദമാണ്, ഏത് വേദിയാണെന്ന് ചോദിക്കും. ഇപ്പോൾ അവർ പറയും ഋഗ്വേദിയാണോ, യജുർവേദിയാണോ, സാമവേദിയാണോ, ചതുർവേദി. നമ്മൾ കേട്ടില്ലേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചതുർവേദി എന്നൊക്കെ പേരിൻ്റെ ഒരു 4 വേദങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നവരാ. അഗ്നിഹോത്രി, വാജ്പേയി വാജ്പേയി എന്ന് പറഞ്ഞാൽ വാജ്പേയം എന്ന് പറഞ്ഞ യാഗം, ഇതെല്ലാം സമ്പ്രദായത്തിൻ്റെ പേരുകളാണ്. ഓക്കെ. ഇപ്പം ഇതേപോലെ ഒരു സമ്പ്രദായം ഉണ്ട് നമുക്ക്. സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരറിവുള്ള ആൾ വന്ന് ചോദ്യം ചെയ്താൽ, ഇപ്പോൾ ഇങ്ങനത്തെ കോപ്രായൊക്കെ കാണിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയി ചോദിച്ചാൽ, ഒരറിയുന്ന ഒരാൾ വന്ന് ചോദിച്ചാൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ പൊട്ടനാണോ. അപ്പം ഈ പറഞ്ഞ പോലെ ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇപ്പം ഒരു മാസത്തിനുള്ളിൽ പുതിയൊരാൾ പ്രത്യക്ഷപ്പെടുകയാണ്, ഭയങ്കര ഫേമസ് ആണ്, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൈറലാണ്, ആളുകൾ കുമിഞ്ഞു കൂടുകയാണ്. അപ്പം അയാളുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് കറക്റ്റ് അല്ല, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓവർ തള്ളു പറയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇതിൽ വലിയ നോളജ് ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇന്നലെ രാത്രി ഭഗവതി എൻ്റെ അടുത്ത് വന്ന് കാപ്പിയിട്ട് തന്നു എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഭഗവതി ഇങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ. മനസ്സിലായോ? അല്ലാതെ അത്യാവശ്യം ഒരു ജ്ഞാനമുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമ്പ്രദായത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഗുരുവിനും ശിഷ്യനും. ഇപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ്, അല്ലേ? അത് എൻ്റെ മാനസിക തലത്തിന് ഉയരാനോ താഴാനോ സഹായിക്കുന്നതായിരിക്കും. അത് ഒരിക്കലും അങ്ങേക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ശരിയാ. മനസ്സിലായി. എനിക്കിപ്പോൾ ഇവിടെ ഭഗവതി എൻ്റെ കൂടെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ അതെൻ്റെ തോന്നലാ. ശരിക്കും അവിടെ ഭഗവതി ഉണ്ടാവില്ല. ഇത് ഞാൻ പറയുകയാണ്, നല്ലൊരു ഉപാസകനാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഭഗവതി കൂടെ വരും എന്ന് പറഞ്ഞാൽ എൻ്റെ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്യും? ഏത് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അടുത്ത് ഭഗവതി ഉണ്ടോന്ന്. ഇതെൻ്റെ തോന്നലാ. ഈ തോന്നലുകളെ കഥയാക്കി മാറ്റി മറ്റെന്താ പറയുക, ദുരാത്മാവ് വന്നിട്ട് എന്തൊക്കെയോ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകളാണ് നമുക്ക് കേൾക്കാൻ. ഈ കഥ കേട്ട് പേടിക്കാതിരിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ആളെ തിരിച്ചറിയാൻ തരമായി. ജ്ഞാനികളായിട്ടുള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞുതരാം, ഇതുപോലെ സാമ്പ്രദായികമായി പഠിച്ചിട്ടുള്ള പാരമ്പര്യപരമായിട്ട് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഇങ്ങനത്തെ അനുഭവ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വളരെ കേട്ടില്ല. അവർ പറയുക എന്താ, അങ്ങനെയുണ്ട്, അത് രഹസ്യമാണ്, ആരും ഈ പുറത്ത് പറയാൻ പാടില്ല. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചില സീരിയൽ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഒതന്റിക് ആണെന്ന് തോന്നാൻ പറ്റുന്ന ആൾക്കാരെല്ലാം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അത് ദേവി ദേവനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് എന്നിലുള്ളതാണ്. എനിക്കിപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിയമം തന്നെയുണ്ട്, ഗുപ്തോ ലബ്ധ സ്പഷ്ടോ നഷ്ടാന്ന് നിയമമുണ്ട്. സ്പഷ്ടമാക്കുന്നവന് ഇതെല്ലാം നഷ്ടമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ ഇരുന്ന് പറയുക, എനിക്ക് ഇന്നലെ രാത്രി വാരാഹി വന്നു,
അതിൻ്റെ തലേ രാത്രി മറ്റേ ആൾ വന്നു. ഞാനിങ്ങനെ തൊട്ടപ്പം മറ്റേ പ്രേതം വൈബ്രേറ്റ് ചെയ്തു. ഫോൺ ചെയ്തപ്പോൾ പ്രേതത്തിൻ്റെ ഒച്ച കേട്ടു. അത് അയാൾക്ക് എന്തോ മാനസിക രോഗം ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇത് വേറെ പ്രശ്നമൊന്നുമല്ല. അല്ല അപ്പോൾ ഒരു കുറച്ചാൾ മുമ്പ് മറ്റേ ജീസസ് ക്രൈസ്റ്റ് മെസ്സേജ് അയച്ചു ഇതുപോലെ സാധനം അതായത് മെസ്സേജ് അയച്ചപ്പോൾ വോയിസ് ക്ലിപ്പ്. അപ്പോൾ ഇങ്ങനെ കുറേ അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പാണെങ്കിലും ഇതുപോലത്തെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് ബേസിക്കലി ഈ പറയുന്ന അമിത ആഗ്രഹം തന്നെയാണോ എല്ലാത്തിനും ആഗ്രഹമല്ല. നമ്മൾ ഇപ്പം എന്താണെന്നറിയോ, ഒരാൾ കഷ്ടപ്പെട്ട് വലഞ്ഞ് വയ്യാണ്ടായിരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്തോ ഒരു പ്രതീക്ഷ തോന്നും. ഒരു ദൈവിക ഭാവം കിട്ടുമ്പോൾ അവിടെ പോയിട്ട് ഇവർക്കൊട്ട് രക്ഷ ഉണ്ടാവില്ല. അതല്ലേ രസം. അതാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ മാന്ത്രിക പാരമ്പര്യമുള്ള തറവാടുകളുണ്ട്, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അവരാരെങ്കിലും ഇങ്ങനത്തെ കേസ് പെട്ട് കണ്ടിട്ടുണ്ടോ? കുറേ വർഷങ്ങളായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. മന്ത്രവാദ പാരമ്പര്യമുള്ളവർ തന്നെയാണ്. അത് അങ്ങനെ തന്നെ പറയുന്നത്. അവരങ്ങനെ തന്നെ അറിയപ്പെടുന്നു. അവിടെ ഈ പറഞ്ഞ ഷക്കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യാറുണ്ട്. ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ട് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ വേണ്ടാതിനും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതാണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും. അതാ ഞാൻ പറഞ്ഞു, ഒരു ഈ സംസ്കൃതത്തിൽ നമുക്കൊരു സ്ഥാലീപുലവൻ ന്യായം എന്ന് പറഞ്ഞൊരു ന്യായമുണ്ട്. അതായത് നമ്മൾ അരി വെന്തോ നോക്കുമല്ലോ, അങ്ങനെ ഒരരി ഞെക്കി നോക്കിയിട്ട് എല്ലാം വെന്തു. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തത്. ഏതോ ഒരുത്തൻ എന്താണ്ട് ഒന്ന് കാണിച്ചു, ബാക്കി എല്ലാവരും ഇങ്ങനെയാണ്. അങ്ങനെയല്ല. ഇതിന് കൃത്യമായി പഠിക്കേണ്ട, ഇതൊരു ശാസ്ത്രം തന്നെയാണ്. എത്രയോ വർഷങ്ങളെടുത്ത് എത്രയോ എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ വിധാനങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ പഠിച്ച ഒരാൾ, അറിവുള്ള ഒരാൾക്ക് അറിയാം ഇതെന്താണ്. അവരിങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കില്ല, ഇങ്ങനത്തെ ഭോഷ്ക്ക് പറയുകയില്ല. അപ്പം ഇങ്ങനത്തെ ഭോഷ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് എന്തോ ഉടായ്പുണ്ട്. അല്ലാതെ ഒരു ദേവിയും വന്നിട്ട് നമുക്ക് ചായ വെച്ച് തരുമൊന്നുമില്ല. ഒക്കെ ചുമ്മാ പറയുന്നതാ. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഈ ജീവിതത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു മോചനമാണ് എപ്പോഴും ഇത് തോന്നുന്നത്. അപ്പോൾ ശരിക്കും ഇതിന് തന്ത്രപരമായിട്ടുള്ള ഒരു ശാസ്ത്രപരമായിട്ട് തന്ത്രപരമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇത് ഒരു 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 വലഞ്ഞു നിൽക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണോ ഈ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൻ്റെ ഒരു തീർച്ചയായിട്ടും വലഞ്ഞു നിൽക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യണം. ഒരാൾക്ക് ഇപ്പം ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം. ആ പ്രശ്നം എന്താണ് എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട്, അതാ ഞാൻ പറഞ്ഞത്, ഒരു ഡോക്ടർ, മരുന്നറിയാത്തൊരു ഡോക്ടർ ഏതൊക്കെയോ മരുന്നെടുത്ത് കൊടുക്കുക. കാണുമ്പോൾ സ്റ്റെതസ്കോപ്പും കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഭസ്മപൂറിയും വലിയ രുദ്രാക്ഷവും എല്ലാം ഉണ്ടാവും. കുറേ ശിഷ്യഗണങ്ങളും ഉണ്ടായി, ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ട്. പരമഹംസർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സിദ്ധികളുടെ പ്രവചനം മലത്തിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സിദ്ധികളെന്ന് പറയുന്നത് ഓരോരുത്തർക്കും അത് രഹസ്യമാക്കി വെക്കണം. അത് പ്രവചിക്കാനുള്ളതല്ല, നമ്മൾ പുറത്ത് പറഞ്ഞു നടക്കാനുള്ള. മന്ത്രസാധന ചെയ്യുമ്പോൾ എന്തായാലും അനുഭവം വരും. ഇപ്പം ഞാനും മന്ത്രസാധന ചെയ്യുന്നു, എനിക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എൻ്റെ അനുഭവങ്ങളാണ്, അത് എൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളത്. അത് ഒരിക്കലും വേറൊരാൾക്ക് ഉപകാരപ്പെടില്ല. മനസ്സിലായോ? അത് നമ്മൾ കച്ചവടമാക്കിയത് കൊണ്ടോ സത്യത്തിൽ റിയലി അനുഭവമുള്ള ഈ പർവ്വതീകരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് ഇതിനെയൊക്കെ പൊക്കി പറയുക. ശരിക്കും ഒരു അനുഭവസ്ഥനായിരിക്കുന്ന ഒരാൾ മിണ്ടാണ്ടിരിക്കുമോ? നമ്മുടെ ഏറ്റവും വലിയ സങ്കല്പമാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം, ഗുരുസങ്കല്പം. അതിലെന്താ പറയുന്നത്? ഗുരോസ്തു മൗനം വ്യാഖ്യാതാണ്. ഗുരു ഉണ്ടില്ല, മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുകയുള്ളൂ. ശിഷ്യാസ്തു ചിന്ന സംശയ. ശിഷ്യൻ എന്തുണ്ട്? ആ ഒരു മൗനത്തിൽ നിന്ന് തന്നെ സംശയമില്ലാണ്ടാവുന്ന. അപ്പം അധികം വാചാലനാവുന്നതാണോ? അപ്പം അല്ല, പക്ഷെ എന്താ അറിയോ, ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ തന്നെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വേറെ ഒരാളുമായിട്ട് പോയി എന്നാൽ അവനെ തിരിച്ചു കൊണ്ടുവരെ എന്ന് അല്ല, പറഞ്ഞില്ല. അതെന്താണെന്നറിയോ, വശ്യപ്രയോഗങ്ങളൊക്കെ ഉണ്ട് തിരിച്ചു കൊണ്ടുവരാവുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് ധാർമ്മികതയുണ്ടോ എന്നോ? എല്ലാ അധാർമിക ബന്ധങ്ങൾക്കും നമുക്ക് വശ്യപ്രയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഈ ക്രിയ ചെയ്യുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വയം പ്രശ്നം ഉണ്ടാകുന്ന പരിപാടിക്ക് നമ്മൾ നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെ കൃത്യമായി അയാൾക്കിത് യോജിക്കപ്പെട്ടതാണോ, അയാൾക്കിത് ചെയ്തു കൊടുക്കാൻ ധാർമ്മികപരമായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലത്തെ പ്രയോഗങ്ങളൊന്നുമില്ല. സ്ത്രീകളെ വിളിച്ച് ദുർവിനിയോഗം ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ വശ്യത്തിനൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും എവിടെയൊന്നും പറയുന്നൊന്നുമില്ല.